ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭരത് SI ആയ ശേഷം ആദ്യം കാണാൻ വരുന്നത് ഭാവനയാണ്. അങ്ങനെ സൂര്യയുടെ വീട്ടിലേക്ക് ഭരത് ഭാവനയെ കാണാൻ വേണ്ടി വരികയാണ്. അങ്ങനെ ഭാവനയും സൂര്യയും കാത്തു നിൽക്കുകയായിരിക്കും. അങ്ങനെ യൂണിഫോമിൽ വന്ന ഭരത് ഭാവനയെ അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ, സ്നേഹത്തോടും സന്തോഷത്തോടും കൂടിയിട്ട്. അങ്ങനെ ഭാവനയ്ക്കാണെങ്കിലോ ഭരത്തിനെ ആ ഒരു വേഷത്തിൽ കണ്ടതോടുകൂടി വല്ലാത്തൊരു സന്തോഷം വരികയാണ്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഇപ്പോൾ സാധിച്ചത് എന്നുള്ള ഭാവത്തിൽ മനസ്സ് നിറഞ്ഞ് സന്തോഷത്തോടെ ഭരത്തിനെ കെട്ടിപ്പിടിക്കുകയാണ്. ഇതൊക്കെ കാണുന്ന സമയത്ത് സൂര്യക്ക് ഒരുപാട് സന്തോഷമാവാണ്. ഭാവനയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഇപ്പോൾ സാധിച്ചത്. അങ്ങനെ ഭരത് ഭാവനയുടെയും സൂര്യയുടെയും അടുത്തുനിന്ന് അനുഗ്രഹം വാങ്ങിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഭരത്തിനെ അനുഗ്രഹിക്കുന്ന ആ സമയത്ത് സൂര്യയും ഭാവനയും പേരും ഭരത്തിനോട് പറയുകയാണ്, എൻ്റെ യൂണിഫോമിൻ്റെ മഹത്വം കാത്തു സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ ഭരത് പറയണം, അത് ഉറപ്പായും ഞാൻ അങ്ങനെ ചെയ്യും ചേച്ചി. ഈ യൂണിഫോം എൻ്റെ ദേഹത്ത് ധരിച്ചതോടുകൂടി എൻ്റെ മനസ്സിലേക്ക് ഒരുപാട് കടമകളും ഉത്തരവാദിത്തങ്ങളുമാണ് മനസ്സിലേക്ക് തോന്നുന്നത് എന്ന് പറയാണ്. അങ്ങനെ സൂര്യയും ഭാവനയും പറയാണ്, ഭരത് നീ ഒരു കാര്യം ചെയ്യേ, നിന്റെ കഴിവെന്താണെന്ന് ഞങ്ങളെല്ലാവരും ഒന്ന് കാണട്ടെ. ഇവിടെ സുനിൽ ശർമ്മയുണ്ട്, അവനെ ഒന്ന് ചോദ്യം ചെയ്താ എന്ന് പറയട്ടോ. അങ്ങനെ ചേച്ചിയും ചേട്ടനും ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ ആ സുനിൽ ശർമ്മയെ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് സുനിൽ ശർമ്മയെ അവിടെ എല്ലായിടത്തും നോക്കുകയാണ്. അപ്പോൾ സുനിൽ ശർമ്മയെ അവിടെ ഒന്നും കാണുന്നില്ല. സുനിൽ ശർമ്മ അവിടെ ഒളിച്ചു നിൽക്കാവട്ടോ. അങ്ങനെ പെട്ടെന്ന് ഭരത് പോകുന്ന സമയത്താണ് സുനിലിനെ കണ്ണിൽ പെടുന്നത്. അവിടെ അലമാരയുടെ സൈഡിലായിട്ട് സുനിൽ ഒളിച്ചു നിൽക്കുന്നത് ഭരത് കാണാണ്. അങ്ങനെ ഭരത് സുനിലിൻ്റെ അടുത്തേക്ക് അങ്ങ് ചെല്ലാട്ടോ. അപ്പോൾ സുനിൽ കരുതുന്നത് ഭരത് പോയിട്ടുണ്ടാവും എന്നാണ്. അങ്ങനെ ഭരത്തിനെ കാണാതെ സുനിൽ ഒളിഞ്ഞു നിന്ന് നോക്കുകയാണ്. പെട്ടെന്നാണ് സുനിൽ ഭരത് നേരെ മുന്നിൽ നിൽക്കുന്നത് കാണുന്നത് കേട്ടോ. അതോടുകൂടി സുനിൽ ആകെ അങ്ങ് പേടിച്ചു പോവുകയാണ് കേട്ടോ. അപ്പോൾ ഭരത് സുനിലിൻ്റെ ഷർട്ടിൻ്റെ കോളറയിൽ അങ്ങ് പിടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇവിടെ വാടാ, നീ എന്ത് കരുതി, ഞാൻ പോയെന്ന് കരുതിയോ എന്ന് ചോദിച്ച് സുനിലിനെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങാണ് കേട്ടോ. അപ്പോൾ ഭരത് സുനിലിനെ ചോദ്യം ചെയ്യുന്നത് ഭാവനയും സൂര്യയും മറഞ്ഞു നിന്ന് കാണുകയാണ് കേട്ടോ. എന്നിട്ട് ഭരത് സുനിൽ ശർമ്മയെ ചോദ്യം ചെയ്യുകയാണ്, എന്താടാ നിന്റെ പേരെന്ന് ചോദിക്കുമ്പോൾ സുനിൽ മുഴുവൻ പേര് പറയടാ എന്ന് പറയുമ്പോൾ സുനിൽ ശർമ്മ എന്ന് പറയട്ടോ. എന്താടാ നീ ആൾമാറാട്ടം നടത്തുകയാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല, എൻ്റെ ശരിക്കുമുള്ള പേര് ഇത് തന്നെയാണെന്ന് പറയുമ്പോൾ മര്യാദയ്ക്ക് നീ സത്യം പറഞ്ഞോ, നീ എന്തിനാടാ ഇവിടെ കയറി പറ്റിയത്, എന്താണ് നിൻ്റെ ഉദ്ദേശം എന്നൊക്കെ ചോദിക്കുമ്പോൾ സുനിൽ പേടിച്ച് വെറുങ്ങലിച്ച് നിൽക്കാൻ കേട്ടോ. അപ്പോൾ അല്ല, ഞാനിവിടെ എൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് വന്നതാണ്. നിൻ്റെ ഭാര്യ ആരാടാ, നിൻ്റെ ഭാര്യ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഭാര്യ മാനസയാണെന്ന് പറയട്ടോ. അപ്പോഴാണ് മാനസ താഴേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോൾ സുനിലിനെ ചോദ്യം ചെയ്യുന്നത് കണ്ടുകൊണ്ടാണ് മാനസ ഇറങ്ങി വരുന്നത്. അപ്പോൾ മാനസ സ്വയം മനസ്സിൽ പറയുകയാണ്, ഇത് ഭരതല്ലേ, ഇവന് പോലീസായോ എന്നുള്ള ഭാവത്തിൽ നോക്കിയിട്ട് താഴേക്ക് വരിക കേട്ടോ. അങ്ങനെ മാനസയെ കണ്ടതോടുകൂടി സുനിൽ ഓടി ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് പറയണേ, മാനസ എന്നെ രക്ഷിക്കണം, നീ എന്നെ ഒന്ന് സഹായിക്കണം, നീ എൻ്റെ ഭാര്യയാണെന്നാണ് പറഞ്ഞത്, നീ അങ്ങനെ തന്നെ പറയണം എന്ന് പറയുമ്പോൾ മാനസ ഭരത്തിൻ്റെ അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് പറയണേ ഭരത്തിനോട്, കൺഗ്രാറ്റ്സ് ഭരത്, എന്നാ ജോയിൻ ചെയ്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഭരത് തിരിച്ചു മാനസയ്ക്ക് താങ്ക്സ് ഒക്കെ കൊടുത്ത ശേഷം പറയുകയാണ്, അതെ ഇന്നാണ് എന്ന് പറയട്ടോ. അങ്ങനെ മാനസ അങ്ങനെ ഒരു സംസാരം നടത്തുന്ന സമയത്ത് സുനിൽ അങ്ങ് സന്തോഷിക്കുകയാണ്, ഇവർ അറിയുന്നവരാണല്ലേ എന്നുള്ള ഭാവത്തിൽ. അങ്ങനെ മാനസയുടെ ചെവിയിൽ സ്വകാര്യത്തിൽ സുനിൽ പറയണേ, ഇപ്പോൾ സത്യങ്ങളെല്ലാം ഞാൻ വിളിച്ചു പറഞ്ഞേനെ മാനസ എന്നങ്ങ് പറയട്ടോ. നമ്മൾ മറച്ചു വെച്ച രഹസ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ വിളിച്ചു പറഞ്ഞേനെ, നീ കൃത്യസമയത്ത് വന്നു എന്നുള്ള ആ കാര്യം മാനസയുടെ ചെവിയിൽ സ്വകാര്യത്തിൽ പറയാണ്. സുനിലിനെ ചോദ്യം ചെയ്യുന്നത് ഭരത് ചോദ്യം ചെയ്യുന്നതെല്ലാം തന്നെ ഭാവനയും സൂര്യയും ദേവനും കൂടി കണ്ടോണ്ട് നിൽക്കാവട്ടോ. ആ സമയത്താണ് ഇവർ സംസാരിക്കുന്നത് കണ്ടോണ്ട് ജയനിർമ്മല വരുന്നത്. അങ്ങനെ ജയനിർമ്മല ഭരത്തിനെ കണ്ടപ്പോൾ, ഭരത്തെ നിനക്ക് പോസ്റ്റിംഗ് കിട്ടിയോ എന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ സന്തോഷത്തോടു കൂടി ജയനിർമ്മലയും ഭരത്തിനെ സ്വീകരിക്കുകയാണ്. അപ്പോഴത്തേക്കും ഭാവനയും സൂര്യയും ദേവനും കൂടി ഭരത്തിൻ്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് ഭരത് ദേവനെ കാണുന്ന സമയത്ത് ദേവൻ്റെ അടുത്ത് നിന്നും ജയനിർമ്മലയുടെ അടുത്ത് നിന്നും അനുഗ്രഹം വാങ്ങിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും നന്നായി വരും, നീ നിന്റെ ഈ യൂണിഫോമിനെ കാത്തു സൂക്ഷിക്കണം എന്നും അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉപദേശിച്ചു കൊടുക്കാൻ കേട്ടോ. അങ്ങനെ അവർ സംസാരിക്കുന്ന സമയത്ത് ജയ പെട്ടെന്ന് അങ്ങ് ഇവിടുന്ന് പോവുകയാണ്. ഞാൻ ഇതാ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് കിച്ചണിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ദേവൻ പറയണ, എന്തിനാവും ജയ ഇപ്പോൾ അകത്തേക്ക് പോയത് എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് ജയ ഒരു പ്ലേറ്റിൽ മധുര പലഹാരവുമായിട്ട് വരികയാണ് കേട്ടോ. എന്നിട്ട് സന്തോഷത്തോടു കൂടി ജയ ഭരത്തിൻ്റെ വായിൽ വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ദേവനും സൂര്യയും ഭാവനയൊക്കെ ഭരത്തിന് മധുരം കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ജയ പറയാണ്, ഈ മധുരം പോലെ തന്നെ ആവട്ടെ ഇനി നിൻ്റെ തുടർന്നുള്ള ജീവിതവും എന്ന് പറഞ്ഞ് നല്ല വാക്കുകളൊക്കെ പറഞ്ഞ ശേഷം ഭരത്തിനെ പറഞ്ഞ
പറഞ്ഞയക്കാൻ കേട്ടോ. അപ്പോൾ ഭരത് പോകുന്ന സമയത്ത് വീണ്ടും സുനിലിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയുകയാണ്, ഞാൻ നിന്നെ പിന്നെ കണ്ടോളാം, ഞാൻ ഇവിടേക്ക് ഇനിയും ഒരു വരവ് കൂടി വരുമെന്ന് പറഞ്ഞിട്ടാണ് ഭരത് പോകുന്നത്. അങ്ങനെ ഭരത് പോകുന്ന സമയത്ത് ഭാവനയോടും സൂര്യയോടും യാത്ര പറഞ്ഞ ശേഷം തിരിച്ച് പോലീസ് ജീപ്പിൽ തന്നെ പോകുന്ന സമയത്ത് ഭാവനയ്ക്ക് അത് കാണുന്ന സമയത്ത് കണ്ണ് നിറഞ്ഞ് സന്തോഷത്തോടു കൂടി നോക്കി നിൽക്കാൻ കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ സൂര്യയ്ക്ക് മനസ്സിലാവണം ഇത് സന്തോഷ കണ്ണീരാണെന്നുള്ള കാര്യം. അങ്ങനെ സൂര്യയും ഭാവനയും കൂടി നേരെ റൂമിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ഭാവനയോട് സൂര്യ ചോദിക്കുകയാണ്, ഇപ്പോൾ നിനക്ക് മനസ്സ് നിറഞ്ഞ് സന്തോഷം തോന്നുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ സൂര്യ, എനിക്കിപ്പോൾ വല്ലാത്ത സന്തോഷം തന്നെയാണ്, എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഇപ്പോൾ സാധിച്ചത് എന്നൊക്കെ പറയാണ്. അപ്പോൾ ഭരത്തുള്ള സമയത്ത് സൂര്യ ഭരത്തിൻ്റെ മുന്നിൽ വെച്ച് പറയുന്നുണ്ട്, നിൻ്റെ ചേച്ചിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു? ആ ചേച്ചിക്ക് ഡോക്ടർ ആവാനായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ ആവാനായിരുന്നു, പക്ഷേ അതിൻ്റെ മുന്നേ നിൻ്റെ ചേച്ചിക്ക് ഒരു പോലീസ് ഓഫീസർ ആവാനായിരുന്നു ആഗ്രഹം. അപ്പോൾ ഞാനാണ് പറഞ്ഞത്, ഇപ്പോൾ തൽക്കാലം നീ അങ്ങനത്തെ വലിയ റിസ്ക് ഉള്ള ജോലിക്കൊന്നും നീ പോവാൻ നിൽക്കണ്ട, ആദ്യം നീ ഒരു ഡോക്ടർ ആവാൻ നോക്കിക്കോ എന്ന് ഞാനാണ് നിൻ്റെ ചേച്ചിയോട് പറഞ്ഞത്. ഭാവന പറയണേ, എനിക്ക് ഡോക്ടർ ആവാൻ കഴിഞ്ഞില്ലെങ്കിലും ഞാനൊരു നേഴ്സായി, അതാണ് എൻ്റെ വിധി ഉണ്ടായത് എന്ന് പറയുമ്പോൾ ദേവൻ പറയുന്നുണ്ട്, ആ രോഗികളുമായി ഏറ്റവും കൂടുതൽ സമ്പർക്കം പുലർത്തുന്നത് നഴ്സുമാരല്ലേ എന്ന് ചോദിക്കാട്ടോ. അപ്പോൾ ഭാവന പറയാൻ അത് അങ്ങനെയൊക്കെ തന്നെയാണ്, പക്ഷേ ഡോക്ടർ ആവുക എന്നുള്ള ആഗ്രഹം നടന്നില്ല എന്ന് പറയട്ടോ. അപ്പോൾ ഭരത് പറയണേ, ചേച്ചിയുടെ ഈ ഒരു ആഗ്രഹം ഞങ്ങൾ ആരും അറിഞ്ഞിരുന്നില്ല, ഞങ്ങളോട് ആരോടും ഈ കാര്യം പറഞ്ഞിരുന്നില്ല എന്ന് പറയണം. അപ്പോൾ ഭാവന പറയണേ, ഞാൻ അതിന് സൂര്യയോട് മാത്രമാണ് ഇക്കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്ന് ആ സമയത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഭാവനയും സൂര്യയും പോയി സംസാരിക്കുമ്പോൾ ഭാവനയെ അറിയാതെ ഭാവനയുടെ കണ്ണൊക്കെ നിറഞ്ഞു പോകുന്ന സമയത്ത് സൂര്യ ഭാവനയോട് പറയണേ, കണ്ണ് നിറഞ്ഞത് നിന്റെ ഏറ്റവും വലിയ ആഗ്രഹം സാധിച്ചു എന്നുള്ള സന്തോഷം കൊണ്ടാണെന്നുള്ളതൊക്കെ പറയട്ടോ. അപ്പോൾ ഭാവന പറയണ, ഭരത്തിന് ഈ പോസ്റ്റ് കിട്ടാൻ കാരണക്കാർ ഒരുപാട് പേരുണ്ട്, അവരോടൊക്കെ എനിക്ക് ഒരുപാട് നന്ദിയുമുണ്ട്. സൂര്യ അടക്കം എസ് ഐ സാറിന്റെ സഹായം കൊണ്ടൊക്കെ തന്നെയാണ് ഭരത്തിന് ഇന്ന് ഈ പോസ്റ്റ് ലഭിച്ചത് എന്നൊക്കെ സന്തോഷത്തോടു കൂടി ഭാവന സൂര്യയോടൊക്കെ നന്ദി പറയുകയാണ്. പിന്നീട് നേരെ ഭരത് പോകുന്നത് ഗായത്രിയുടെ അടുത്തേക്കാണ് കേട്ടോ. അങ്ങനെ ഗായത്രി ഭരത്തിനെയും കാത്തു നിൽക്കുകയാണ്. അങ്ങനെ ആരതി ഒഴിയാൻ വേണ്ടി ഭരത്തിനെ കണ്ടതോടുകൂടി ആ സമയത്ത് ആരതി തട്ടുമായിട്ട് ഗായത്രി പുറത്തേക്ക് വരികയാണ്. എന്നിട്ട് മായയും സേതു ഒക്കെ സന്തോഷത്തോടു കൂടി ഭരത്തിൻ്റെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. ഭാമയൊക്കെ അങ്ങനെ ഗായത്രി ആരതി ഒഴിയുകയാണ്. അതിൻ്റെ ശേഷം ഭരത്തിനെ സന്തോഷം കൊണ്ട് ഗായത്രി അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഭരത്തിനെ ഉമ്മ വയ്ക്കുകയാണ്. അവരുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഭരത് ഒരു പോലീസ് ആവണം എന്നുള്ളത്. അതെല്ലാം സാധിച്ച ആ സന്തോഷം ഗായത്രിക്ക് ഒരുപാട് സന്തോഷമാവാണ്. അങ്ങനെ ഗായത്രി ചോദിച്ചറിയുകയാണ്, നീ ഭാവനയും സൂര്യയൊക്കെ കണ്ടോ എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ആദ്യം പോയത് ചേച്ചിയുടെ അടുത്തേക്കാണ്. ചേച്ചിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഞാനൊരു പോലീസ് ഓഫീസറായി കാണണം എന്നുള്ളത് എന്നൊക്കെ പറയട്ടോ. അങ്ങനെ പിന്നെ മായയൊക്കെ ഭരത്തിനോട് പറയുകയാണ്, നീ നിൻ്റെ ഈ യൂണിഫോമിൻ്റെ പവിത്രത എപ്പോഴും കാത്തു സൂക്ഷിക്കണം എന്നൊക്കെ ഉപദേശിച്ചു കൊടുക്കുകയാണ്.